ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെങ്കൽമതവും ഗുണ്ടകളും നെല്ലിശ്ശേരിയിലേക്ക് കയറി വന്നിരിക്കുന്നതാണ്. മര്യാദയ്ക്ക് എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കണമെന്ന് സച്ചി പറയുമ്പോൾ ചായ കുടിച്ചിട്ട് സംസാരിക്കാമെന്ന് അമ്പാൻ പറയുന്നു. ഇത് കേൾക്കുന്ന സച്ചി എനിക്കിങ്ങും ചായ വേണ്ടെന്ന് പറഞ്ഞ് തട്ടി മാറ്റുമ്പോൾ സച്ചിയുടെ മുഖമടക്കി ഒന്ന് കൊടുക്കുകയാണ് അമ്പാൻ. എന്താടാ, കട്ടൻ ചായ കുടിച്ചാ നിനക്ക് ഇറങ്ങില്ലേ? കൂടുതൽ ഗുണ്ടായിസം കാണിച്ചാലേ ഞങ്ങൾ പോലീസിനെ വിളിക്കുമെന്ന് അർച്ചന പറയുമ്പോഴേക്കും അവന്തിക ഹാളിലേക്ക് വരികയാണ്. ഓ, രണ്ടുപേരും വന്നല്ലോ. നിങ്ങൾ കാണിച്ചു വെച്ചതിനൊക്കെ ഗുണ്ടായിസം അനുഭവിക്കുന്നത് ഇവിടെ ഞങ്ങളാണ്. ഈ ലോകത്തുള്ള സകലമാന ഗുണ്ടകളും ഇപ്പോഴാ ഈ വീട്ടിൽ നിപ്പുണ്ട്. നിന്റെ ആങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഈ കുടുംബത്തെ മൊത്തം കുരുതി കൊടുക്കാനാണോ നീ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ അവന്തിക ചോദിക്കുമ്പോൾ അമ്പാൻ പറയുകയാണ്, അത് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാ. ഈ നിൽക്കുന്ന രണ്ടുപേര് കാരണമാ ഇപ്പോ നിങ്ങൾ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നത്. മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് അർച്ചന പറയുമ്പോൾ അമ്പാൻ സന്ദീപിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, ദേ ഈ ഇരിക്കുന്ന കക്ഷിയുണ്ടല്ലോ പോലീസിനെ വിളിക്കാൻ പോയതാ, അതാ ഈ അവസ്ഥയിൽ ഇരിക്കുന്നത്. നിങ്ങൾ ഞങ്ങളെ പറ്റിച്ചുകൊണ്ട് അനൂപിനെ കൊണ്ടുപോയി. അപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു. പിന്നെ ഞങ്ങൾ മാത്രമല്ല, നിങ്ങളെ കാണാനായിട്ട് ഒരു ഗസ്റ്റ് കൂടി മുകളിലെ മുറിയിൽ ഇരിപ്പുണ്ട്. ഇന്ന് രാത്രി നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ അങ്ങ് കൂടാം. കളിയും ചിരിയും വർത്തമാനങ്ങളും ഒക്കെ ആയിട്ടെന്ന് അമ്പാൻ പറയുമ്പോൾ സച്ചിയെ വിളിച്ചുകൊണ്ട് അർച്ചന മുകളിലെ മുറിയിലേക്ക് പോവുകയാണ്. തുടർന്ന് അവർ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അവരെയും കാത്ത് ചെങ്കൽ മധു നിൽപ്പുണ്ടായിരുന്നു. എന്താ സച്ചി ഇത്, ഒരു വാക്ക് പറഞ്ഞാൽ പാലിക്കണ്ടേ? അതുകൊണ്ടല്ലേ എനിക്കിപ്പോ ഇവിടം വരേക്ക് വരേണ്ടി വന്നത്. മര്യാദയ്ക്ക് നിങ്ങളുടെ ആളുകളെ വിളിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണമെന്ന് അർച്ചന പറയുമ്പോൾ അവരുടെ കട്ടിലേക്ക് കിടന്നുകൊണ്ട് മധു പറയുകയാണ്, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? എന്നെ ഇങ്ങോട്ട് വരുത്തിയത് നിങ്ങൾ തന്നെയല്ലേ സച്ചി? നമ്മളൊക്കെ ആണുങ്ങളല്ലേ, വാക്കു പറഞ്ഞാൽ വാക്കായിരിക്കണ്ടേ? ആ ജഡ്ജിയുടെ വീട്ടിൽ നിന്നും അർച്ചന അവനെ കടത്താൻ കാണിച്ച പ്ലാനിങ് ഉണ്ടല്ലോ, അത് അതിഗംഭീരം തന്നെയായിരുന്നു. എന്റെ ആളുകൾക്കൊന്നും ഇത്ര നേരമായിട്ടും അവൻ എവിടെയുണ്ടെന്ന് കണ്ടെത്താൻ പോലും സാധിച്ചിട്ടില്ല. ദേ, ഞാനിപ്പോൾ പോലീസിനെ വിളിക്കും. മര്യാദയ്ക്ക് നിങ്ങളുടെ ആളുകളെയും കൊണ്ട് ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങിക്കോണമെന്ന് അർച്ചന ദേഷ്യത്തോടെ പറയുന്നു. തുടർന്ന് സച്ചിയുടെ കർണക്കുറ്റി നോക്കിയൊന്ന് കൊടുത്തിട്ട് അർച്ചനയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങുകയാണ് ചെങ്കൽ മധു. അർച്ചനയ്ക്ക് ഇത്ര നേരമായിട്ടും കാര്യങ്ങളൊന്നും അങ്ങ് മനസ്സിലാകുന്നില്ലെന്ന് തോന്നുന്നല്ലോ. അനൂപിനെ നിങ്ങൾ തന്നെ ഇവിടെ എത്തിക്കും. കാണേണ്ടവരൊക്കെ നന്നായി കണ്ടിട്ട് തന്നെയാ ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ആതിരയും സ്നേഹയും അനഘയുമാണ്. കുഞ്ഞുങ്ങളെ വിശന്ന് കരയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന് ഒരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ശരിയാകില്ലെന്ന് പറഞ്ഞ് ശക്തിയായി കഥകൾ തട്ടുകയാണ് ആതിര. തുടർന്ന് ഒരു ഗുണ്ട വന്ന് കഥക് തുറക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കണമെന്നും അതുകൊണ്ട് എനിക്ക് അടുക്കളയിലേക്ക് പോകണമെന്നും ആതിര പറയുന്നു. അതൊന്നും പറ്റില്ല, അണ്ണൻ നിങ്ങളെ എങ്ങോട്ടേക്കും വിടരുതെന്നാ പറഞ്ഞിരിക്കുന്നതെന്ന് ആ ഗുണ്ട പറയുമ്പോൾ ആതിര പറയുകയാണ്, ഏതണ്ണൻ? എന്റെ കുഞ്ഞുങ്ങള് കരച്ചിൽ നിർത്തിയില്ലെങ്കിൽ എന്റെ വിധം മാറും. പിന്നെ തന്റെ അണ്ണനെ ഒന്നും ഞാൻ നോക്കില്ലെന്ന് ആതിര ദേഷ്യത്തോടെ പറയുമ്പോൾ ഞാനൊന്ന് പോയി ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അയാള് താഴേക്ക് പോവുകയാണ്. എല്ലാം വരുത്തി വെച്ചതല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകില്ലായിരുന്നല്ലോ എന്ന് സ്നേഹ പറയുമ്പോൾ പിന്നെന്താ, സച്ചിയേടൻ അനൂപേട്ടനെ കൊണ്ട് അയാളുടെ കൈ കൊല്ലാൻ കൊടുക്കണമായിരുന്നു എന്ന് ദേഷ്യത്തോടെ ചോദിക്കുകയാണ് ആതിര. പിന്നീട് കാണിക്കുന്നത് സച്ചിയും അർച്ചനയും ചെങ്കൽ മധുവും കൂടി താഴേക്ക് വരുന്നതാണ്. സേതുമാധവന് നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് മധു പറയുകയാണ്, സേതു സാറേ, നിങ്ങളുടെ മരുമകൾ അർച്ചന ഒരു വാക്ക് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെയുള്ളൂ. പക്ഷെ അർച്ചന അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. പക്ഷേ എല്ലാത്തിനും മുഖ്യ കാരണം നിങ്ങളുടെ മകൻ തന്നെയാ. നിങ്ങളുടെ മകനല്ലേ എനിക്ക് വാക്ക് തന്നത്. എന്നിട്ടോ ജാമ്യം കിട്ടിയപ്പോൾ തന്നെ അവനെ കൊണ്ട് എവിടെയോ ഒളിപ്പിക്കുകയും ചെയ്തു. സത്യം പറഞ്ഞാ നിങ്ങളുടെ മുമ്പിലിട്ട് നിങ്ങളുടെ മകനെ കൊല്ലാൻ വേണ്ടി തന്നെയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്റെ പെങ്ങളെ കൊന്നവനെ എന്താണെങ്കിലും വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് ദേഷ്യത്തോടെ മധു പറയുമ്പോൾ അർച്ചന പറയുകയാണ്, ഞാൻ നിങ്ങളോട് എത്ര വട്ടം പറഞ്ഞു എന്റെ ഏട്ടൻ നിങ്ങളുടെ പെങ്ങളെ കൊന്നിട്ടില്ലെന്ന്? ഫോണിൽ സംസാരിച്ചുകൊണ്ട് വണ്ടിയുടെ മുമ്പിലേക്ക് എടുത്തു ചാടിയത് നിങ്ങളുടെ സഹോദരിയാണെന്ന് എത്ര വട്ടം ഞാനും പറഞ്ഞെന്ന് സച്ചി ചോദിക്കുമ്പോൾ മധു പറയുകയാണ്, ഇല്ല, ഞാനതൊരിക്കലും വിശ്വസിക്കില്ല. അതേസമയം അവന്തികയുടെ കയ്യിൽ നിന്നും ഒരു ഗുണ്ട ബലമായി ഫോൺ വാങ്ങിക്കുന്നതാണ് കാണിക്കുന്നത്. അതേസമയം തന്നെ താഴേക്ക് വരുന്ന ഒരാള് ആതിരയുടെയും കുഞ്ഞിന്റെയും കാര്യം പറയുകയാണ്. തുടർന്ന് മധു അവന്തികയോട് കുഞ്ഞുങ്ങൾക്കായിട്ട് കുറുക്കുണ്ടാക്കാൻ പറയുന്നു. തന്റെ ഒരു ഗുണ്ടയും അവന്തികയുടെ കൂടെ അടുക്കളയിലേക്ക് വിടുകയാണ് മധു. ദേഷ്യത്തോടെ അവന്തിക നിൽക്കുമ്പോൾ പെട്ടെന്ന് കുറുക്കുണ്ടാക്കാനാണ് ഗുണ്ട പറയുന്നത്. പിന്നീട് കാണിക്കുന്നത് ദേഷ്യത്തോടെ എല്ലാവരെയും നോക്കുന്ന മധുവിനെയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.